ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു പുതിയ വീഡിയോ ഇടുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറേ എൻ്റെ പേഴ്സണൽ വർക്കും ബാക്കി കാര്യങ്ങളുമായിട്ട് വളരെയധികം ബിസി ആയിരുന്നു. സോ ഞാൻ ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും ട്രേഡ് എടുത്തിരുന്നില്ല. ഓക്കെ, പിന്നെ അത് കൂടാതെയും ഞാൻ എൻ്റേതായ ചില സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്യുന്നതിലും കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് സോ എല്ലാം കഴിഞ്ഞ് ഫൈനലി അതൊന്ന് എന്താ പറയുക വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം ഒരു പ്രോപ്പർ വീഡിയോ ഇടാം ഓക്കെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയത്. സോ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ തംബ്നെയിൽ കണ്ട പോലെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പോലെ തന്നെ ഒരു മാജിക് ഇൻഡിക്കേറ്റർ. ഓക്കെ, സോ ഒരു മാജിക് ഇൻഡിക്കേറ്റർ ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഡിസ്ക്ലെയിമർ ആണ്. ഓക്കെ, അതായത് ആർക്കും ഈ ലോകത്ത് ആർക്കും തന്നെ മാർക്കറ്റിനെ 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഏറ്റവും ഒരു ബെസ്റ്റ് ട്രേഡറിന് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് റിവാർഡ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അതായത് ഓൾ ടോട്ടൽ അയാൾ ഒരു മാസം മൊത്തം ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ലോസിനേക്കാളും ഡബിളോ ട്രിപ്പിളോ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഈ റിസ്ക് റിവാർഡാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര റിസ്ക് റിവാർഡ് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ കിട്ടുന്നോ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ സക്സസും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷനും ഓപ്ഷൻ്റെ ചില ഗ്രീക്സും പലതരത്തിലുള്ള വേറെ ചില കണ്ടീഷൻസും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഓൾറെഡി ഇതെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ബൈ കണ്ടീഷനാണ് നമുക്ക് ഈ മാജിക് ഇൻഡിക്കേറ്ററിൽ കിട്ടുന്നത്. ഓക്കെ, സോ പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ നാളെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്കൊരു ബൈ സിഗ്നൽ എന്ന് പറയുന്നത് ശരിയല്ല, ഒരു അനാലിസിസ് പ്രകാരം ഓക്കെ ഇവിടെ നിന്നും നിങ്ങൾക്കിത് വാങ്ങിക്കാം എന്നുള്ള ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ടെക്നിക്കൽസും അനാലിസിസും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അക്യുറസി ഇനിയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഇത്രയും വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷനേ അല്ല, പകരം ഒരു അനാലിസിസ് ആണ്. ഓക്കെ, മാർക്കറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഓക്കെ, സോ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, പകരം മാർക്കറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു അനാലിസിസ് മാത്രമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തു മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുകയാണ്, സോ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെയുള്ള ഒരേ ഒരു റെക്കമെൻഡേഷൻ അല്ല, പകരം ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ വഴി. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാൾക്കും 100% സക്സസ് റേറ്റ് തരാൻ പറ്റില്ല. ഓക്കെ, ഒരു ഇൻഡിക്കേറ്ററിനും സാധിക്കില്ല. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് എല്ലാവർക്കും എല്ലാ ട്രേഡും എന്താ പറയുക പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ എന്ത് എളുപ്പം. അങ്ങനെയാണെങ്കിൽ അവരായിരിക്കുമല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. പക്ഷേ അങ്ങനെ പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ മാർക്കറ്റിനെ ആർക്കും ചെയ്യാനും പറ്റില്ല. അതെന്താ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി അടുത്ത ഒരാഴ്ച അത് പോസിറ്റീവ് ആണെങ്കിൽ മേ ബി അടുത്ത നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ചേഞ്ച് ചെയ്യും. ഓക്കെ, മൂവ്മെൻറ്റ് മാറും, ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സും മാറും, കുറച്ച് മൈനർ ചേഞ്ച് വരും. അപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ SL അടിക്കാൻ തുടങ്ങും, ഒരാഴ്ച ചിലപ്പോൾ SL അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത്ര പോസിറ്റീവ് ആയിരിക്കില്ല, നെക്സ്റ്റ് വീക്ക് വീണ്ടും ഹൈ പ്രോഫിറ്റ് തരാം. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ സക്സസ് ആവുന്നത്? ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, ഒരു സ്ട്രാറ്റജി ആയിക്കോട്ടെ, എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ സ്ട്രാറ്റജി ഓർ ഇൻഡിക്കേറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1:2 എങ്കിലും കിട്ടണം. മാത്രമല്ല നമ്മുടെ സക്സസ് റേറ്റ് എന്നുള്ളത് ഒരു 60 to 70% ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൾ ടോട്ടൽ ഓരോ മന്തും കഴിയുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിൽ ഇറങ്ങും. ഇങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? റിസ്ക് റിവാർഡ് എപ്പോഴും നല്ല റിസ്ക് റിവാർഡായിരിക്കണം, പ്ലസ് മാക്സിമം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കിട്ടണം.
അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സപ്പോസ് ചിലപ്പോൾ 3 ട്രേഡ് നിങ്ങൾക്ക് ലോസ് വന്നാലും 4ാമത്തെ ട്രേഡിൽ നിങ്ങൾക്ക് ഓൾ ടോട്ടൽ ഇത് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓൾ ടോട്ടൽ പിന്നെ മാത്രമല്ല നിങ്ങൾ ഒരു മന്തിൽ പരമാവധി ട്രേഡ് എടുക്കണം. ഓക്കെ, കാരണം ഇപ്പോൾ എനിക്കോ ഈ ലോകത്ത് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ പറയുക ഇന്നൊരു ദിവസം എത്ര മൂവ്മെന്റ് കിടക്കും, അല്ലെങ്കിൽ നാളെ സൂപ്പർ ബുള്ളിഷ് ഡേ ആയി ഇതൊക്കെ പറയാമെന്നല്ലാതെ 100% പെർഫെക്ഷൻ കിട്ടില്ല. സോ നമുക്കറിയില്ലല്ലോ ഇന്ന് സംഭവിക്കുന്നത്. ഇതൊക്കെ മാർക്കറ്റ് ട്രേഡിങ് കഴിയുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് എടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, തളരരുത്. ഓക്കെ, എല്ലാവർക്കും ഉള്ള പ്രശ്നം ഇതാണ്. ചിലപ്പോൾ 2 സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇത് കൊള്ളില്ല, ഈ സ്ട്രാറ്റജി കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇത് ഇട്ടിട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ 3ാമത്തെ അതേ സ്ട്രാറ്റജിയിൽ വരുന്ന ട്രേഡ് ചിലപ്പോൾ ഓൾ ടൈം ഹൈ അടിക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ 2 ലോസും കവർ ചെയ്ത് പ്ലസ് ഒരു ഹ്യൂജ് പ്രോഫിറ്റും 3ാമത്തെ ട്രേഡിൽ കിട്ടും. അപ്പോൾ 3ാമത്തെ ട്രേഡിൽ ആദ്യമായിട്ട് കയറുന്നവന് ഹ്യൂജ് പ്രോഫിറ്റും അതുവരെ ട്രൈ ചെയ്തിട്ട് വിട്ടവന് ഹ്യൂജ് ലോസും ആയിപ്പോകും. മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരും നിങ്ങളോട് പറഞ്ഞു തരണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു ഹ്യൂജ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഇതാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ തോക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ ആൻസർ എനിക്കുണ്ട്. അത് ഞാൻ പ്രൂവ് ചെയ്ത് തരാൻ റെഡിയാണ്. ഓക്കെ, അത് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എനിക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതുപോലെ ഞാൻ പരമാവധി ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ നോക്കാം. ഓക്കെ, നമുക്ക് കമ്മിങ് ടു പോയിന്റ്, നമുക്ക് നമ്മുടെ മാജിക് ഇൻഡിക്കേറ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് 15 ഇത് ഓക്കെ. ഇനി ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഹിസ്റ്ററി എക്സ്പയറി കഴിഞ്ഞ ഓപ്ഷൻ ചാർട്ടുകൾ കിട്ടില്ല. ഓക്കെ, ഡാറ്റ ഇല്ല. നമുക്ക് ഇൻഡെക്സ് മാത്രമാണ് ബാക്കിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള എക്സ്പയറി ആ ഡേറ്റിലുള്ള ബാക്ക് ടെസ്റ്റ് മാത്രമേ എനിക്കിപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഇൻഡിക്കേറ്റർ പ്യുവർലി വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ചാർട്ടിലാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഓപ്ഷൻ ചാർട്ടിലെ. ഓക്കെ, സോ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ചാർട്ടിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ കറൻ്റ്ലി എക്സ്പയറി ആവാത്ത കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഓപ്ഷൻ ചാർട്ട് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ മാജിക് ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള എക്സ്പയറി, ഈ എക്സ്പയറി ഇന്നിപ്പോൾ എക്സ്പയറി ആണല്ലോ, ഇന്നിപ്പോൾ October 20 ആണ്. സോ ഈ എക്സ്പയറി സ്റ്റാർട്ടിംഗ് ഡേ എന്ന് പറയുന്നത് October 15. ഓക്കെ, സോ October 15 മുതലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് നമ്മളൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു നമുക്ക് മാർക്കറ്റിൻ്റെ അപ്പോഴത്തെ ആ 5 മിനിറ്റിൻ്റെ ക്ലോസ് എന്ന് പറഞ്ഞാൽ 25,237. ഓക്കെ, 25,237 ആണ് ഏകദേശം ഒരു ക്ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയില്ലല്ലോ, മാർക്കറ്റ് മുകളിൽ പോവോ താഴെ പോവോ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ അത് അത്ര എളുപ്പമല്ല. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിനോട് ഈ പർട്ടിക്കുലർ ക്ലോസിനോട് അടുത്ത സ്ട്രൈക്സ്, ഓക്കെ, ഒരു 200-300 പ്ലസ് സ്ട്രൈക്സ് മുകളിലേക്കും താഴേക്കും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു 25,000 മുതൽ ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ട്രൈക്കും കോൾ ഓപ്ഷനിൽ ആദ്യം തന്നെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതാ കണ്ടോ, ഇത് October 15 25,000 സിയുടെ ചാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഇത് കണ്ടോ, ബേസിക്കലി ഇത് ഓപ്ഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ മാജിക് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ചാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിഫ്റ്റിന്ന് മാത്രമില്ല കേട്ടോ, നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസെക്സ് ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈവൻ ക്രൂഡ് ഓയിൽ വരെ ചെയ്യാം. പക്ഷെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതും ഞാൻ വർക്ക് ചെയ്യുന്നതും മൊത്തം നിഫ്റ്റിയിലാണ്. ഓക്കെ, സോ ബാക്കി ഇതിൽ വർക്ക് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതെന്താണ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം.
ഇതിൽ നിങ്ങൾക്ക് ബൈ എപ്പോഴാണോ ആ ഓപ്ഷൻ ചാർട്ടിൽ നിങ്ങൾക്ക് ബൈ വരുന്നത് അതവിടെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഒന്നും കൂടെ ഞാൻ സൂം ചെയ്യാം. ഒക്ടോബർ 15 25,000 കോൾ ഓപ്ഷൻ ചാർട്ടിൽ ഇതാ കണ്ടോ, ഫസ്റ്റ് ബൈ സിഗ്നൽ. യെസ്, ഈ റെഡ് ലൈൻ കണ്ടോ, ഇതാണ് നമ്മുടെ കീ ഏരിയ. അതായത് ഈ റെസിസ്റ്റൻസ് ഏരിയ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ബൈ സിഗ്നൽ വരും. ക്ലിയർ അല്ലേ? യെസ്, അതിനുശേഷം മാർക്കറ്റ് എത്രത്തോളം മുകളിലേക്ക് പോയി എന്നുള്ളതാണ് ചോദ്യം. 1 സെക്കൻഡ്, ഞാൻ ഒന്നും കൂടെ സൂം ചെയ്യാം, കുറച്ചും കൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ. 1 സെക്കൻഡ് കേട്ടോ. യെസ്, ഒരു 1% മുകളിലേക്ക് പോയി, ദെൻ കുറച്ച് താഴേക്ക് വന്നു. ഓക്കെ, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.2% 5% നമുക്ക് എടുക്കാം. അതിനുശേഷം അത് വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, ഇനി ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, സ്റ്റോപ്പ് ലോസ് പറയാതെ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 5%. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ആണെങ്കിൽ. ഓക്കെ, ഇനി ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഒരു സേഫർ സൈഡ് ഞാൻ 5 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ 1 മിനിറ്റ് എടുക്കാൻ നല്ല സ്കാൾപ്പിംഗ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് 1 മിനിറ്റ് എടുക്കാം. അമേസിങ് റിസൾട്ട് ആണ് 1 മിനിറ്റിലും കിട്ടുന്നത്. ഞാനത് അടുത്തടുത്ത വീഡിയോസിൽ പറയാം. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് 5 മിനിറ്റിലാണ്. പ്ലസ് സ്റ്റോപ്പ് ലോസ് 5%. ഓക്കെ, സോ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോ? ഇല്ല. യെസ്, ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ യെസ്, റിസ്ക് റിവാർഡ് മിനിമം 1:2 ആണ്. ഇവിടെ ഹിറ്റ് ചെയ്തു 10%, ഇവിടെ ഹിറ്റ് ചെയ്തു 10%, അവിടെ ഹിറ്റ് ചെയ്തപ്പോൾ യെസ്, എന്ത് സംഭവിച്ചു? 1 സെക്കൻഡ്, ഞാൻ ഇതിൻ്റെ കളറ് ഞാൻ വേറെ ഇതെടുക്കാം, ബ്രഷ് എടുക്കാം. യെസ്, 10% ഈ ഏരിയയിൽ ഹിറ്റ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് യെസ് ഡൺ. ഓക്കെ, ഇവിടെ എന്തായാലും ഇതൊരു സേഫ് ടാർഗറ്റ് ആണ്. 1:2 എന്ന് പറയുന്നത് സേഫ് ടാർഗറ്റ് ആണ്. സോ 100% നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പാർഷ്യൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പം ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ എല്ലാ ദിവസവും ഇതുപോലെ വീണ്ടും വീണ്ടും മോളിൽ പോകണമെന്നില്ല. ഓക്കെ, സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 10% നിങ്ങളുടെ സേഫ് ടാർഗറ്റ് ആണ്. നിങ്ങൾ അത് ഡെഫിനറ്റ്ലി അവിടെ ബുക്ക് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കീപ് ട്രെയിലിംഗ്. ഓക്കെ, ട്രെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലോസ് വരില്ല. ഓക്കെ, സോ ഇനി അതിനുശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. യെസ്, പിന്നെ ബും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് താഴേക്ക് വന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഇല്ല, ജസ്റ്റ് 2% താഴെ വന്നിട്ടുള്ളൂ. യെസ്, ഇനി മുകളിലേക്ക് പോയത് എത്രയാണ്? 17%. ഓക്കെ, 17% വീണ്ടും മുകളിലേക്ക് പോയി. ഈവൻ ക്ലോസിംഗിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 5% ആവറേജ് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ആണ് അന്നത്തെ ദിവസം നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഹൈ റിസ്ക് റിവാർഡ്. ഓക്കെ, 1:2 വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ആണ്. കാരണം മിക്കവരും പറയുന്നത് 1:1 ആണ്, ഞാൻ 1:2 ആണ് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് 25,000 CEയിൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ പെർഫോമൻസ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 25,000 ഈ എക്സാക്ട് സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ പക്ഷേ വേറൊരു കോൾ ഓപ്ഷനും കൂടെ എടുക്കാം. 25,050. ഓക്കെ, ഇതാ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. യെസ്, ഇവിടെയാണ് നമുക്ക് ബൈ സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓൾറെഡി നമ്മുടെ ഈ റെഡ് ലൈനിൽ നിന്ന് റെസിസ്റ്റൻസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5% ഓൾറെഡി പോയി മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇത്രയും ഡിഫറൻസ് വരുമ്പോൾ നിങ്ങൾ അവിടെ എടുക്കരുത്. ഓക്കെ, പകരം വെയിറ്റ് ചെയ്യണം. യെസ്, ഇതേ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. യെസ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ടച്ച് ചെയ്തതിന് ശേഷം യെസ് ഓൾമോസ്റ്റ് 17%. ഓക്കെ, താഴേക്ക് അധികം വന്നിട്ടേ ഇല്ല, 1% എങ്ങാനും താഴേക്ക് വന്നാലേ ഉള്ളൂ.
സോ ഏത് സ്ട്രൈക്ക് എടുത്താലും, അതായത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ 5 മിനിറ്റ് ക്ലോസ് നോക്കണം, അതിൻ്റെ ആ പോയിന്റിൽ നിന്നും ഒരു 200 300 താഴേക്ക് മുകളിലേക്ക് എടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് മൈനർ ചേഞ്ചസ് വരും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം. ഞാൻ അടുത്ത കോൾ ഓപ്ഷനും എടുത്തു, ഇതാ ഹ്യൂജ് പ്രോഫിറ്റ് അവിടെയും കിട്ടി. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ കോൾ ഓപ്ഷൻ തന്നെ, ഇതിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയതുകൊണ്ട് കോൾ ഓപ്ഷൻ വർക്ക് ചെയ്തു. സപ്പോസ് പി എടുക്കുന്ന ഒരാൾക്കോ, ഇതായിരിക്കും നിങ്ങളുടെ അടുത്ത ഡൗട്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ 25,200 പ്ലസ് ആണല്ലോ. ഞാൻ ഇവിടെ നിന്ന് ഒരു 200, ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു 300 പൊസിഷൻ എടുക്കാം. അപ്പോൾ 25,400 അല്ലെങ്കിൽ 25,500. ഓക്കെ, കാണിച്ചു തരാം, ഒരു മിനിറ്റ്. മിനിമം ഒരു 250 പോയിന്റ്സ് മുകളിലേക്ക് എടുക്കണേ. അപ്പോൾ ഒരു 250 200, ഓക്കെ, ഒരു 200 എന്നൊക്കെ പറയുമ്പോൾ ഒരു 25,400 25,450 പുട്ട് ഓപ്ഷൻ എടുക്കാം. അതായത് 25,400 പുട്ട്. ഓക്കെ, ഒക്ടോബർ 15. യെസ്, നമുക്ക് ബൈ സിഗ്നൽ കിട്ടിയോ നോക്കൂ. ഇല്ല, കണ്ടോ, ഈ റെഡ് ലൈനിന്റെ താഴെയാണ് കംപ്ലീറ്റ് മൂവ്മെന്റും വന്നത്. സോ നമുക്ക് അന്ന് ബൈ സിഗ്നൽ കിട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത്, മാക്സിമം അക്യുറസി കിട്ടാൻ വേണ്ടി ഒരുപാട് കണ്ടീഷൻസ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫേക്ക് ആയിട്ടുള്ള ഇത് മാക്സിമം കട്ട് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഞാൻ വേറൊരു സ്ട്രൈക്ക് പ്രൈസും കൂടെ കാണിച്ചു തരാം. വേണമെങ്കിൽ 25,450 കാണിച്ചു തരാം. യെസ്, നോക്കിയാൽ മനസ്സിലാവും, റെഡ് ലൈൻ അവിടെ ടച്ച് ചെയ്തിട്ടേ ഇല്ല, അതിന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. 25,500 എടുക്കാം. യെസ്, ഒരു ചാൻസും ഇല്ല. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. ഓക്കെ, നിങ്ങൾക്ക് 90% ടൈമും പ്രോപ്പറായിട്ട്, അതായത് മുകളിൽ പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ഹിറ്റ് ആവുള്ളൂ. പി ഹിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതായത് ഒരു ഇൻഡിക്കേറ്ററും ഒരു സ്ട്രാറ്റജിയും 100% വർക്ക് ചെയ്യില്ല. ഓക്കെ, എപ്പോഴും ആ റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നാളെ ഇന്നത്തെ ദിവസം ഒരു നല്ല ഡേ ആണ്. അതായത് എപ്പോഴും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മൂവ്മെന്റ് കിട്ടിയ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയത്. ഡെഫിനറ്റ്ലി പ്യുവർ സൈഡ് വേസ് വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഹൈ വോളറ്റൈൽ ആവുന്ന ഡേയ്സിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ 2 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും മൂന്നാമത്തെ ട്രേഡിൽ നമുക്ക് അതെല്ലാം കവർ ചെയ്ത് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ട്രയൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി ഒക്ടോബർ 16 മുതലുള്ള നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രം കാണേണ്ടവർക്ക് ഈസി ആയിട്ട് കാണാമല്ലോ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.